ഒന്നും കഴിച്ചില്ലല്ലോ. പാവം സുരു, അവൻ എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാവണമെന്ന് കരുതി ചെയ്തതാ. കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. സിനിമാ നടനാകാൻ കൊതിച്ചിറങ്ങിയ മിക്കവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കാണും. എന്റെ കാര്യത്തിൽ പക്ഷേ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ മുമ്പ് വെച്ചായിപ്പോയി. മോഹനേട്ടാ, ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. മോഹനേട്ടന്റെ അത്രയും അഭിനയിക്കാൻ അറിയാത്ത എത്രയോ പേര് സിനിമയിലുണ്ട്. ഒരു ദിവസം മോഹനേട്ടന് നല്ലൊരു വേഷം കിട്ടും. ആഗ്രഹങ്ങളുടെ പേരിൽ എത്ര നാളെ ഇങ്ങനെ നടക്കും, എല്ലാം നടക്കും. ആ മാഷേ, എന്തായാലും കഷ്ടമായിപ്പോയി. ഈ സിനിമാക്കാരല്ല ഇങ്ങനല്ലേ? ചെറുതാണെങ്കിലും മാഷിനൊരു റോള് തരാമായിരുന്നു. എന്നാലും അതെന്താ അങ്ങനെ പറ്റിയെന്ന? മാഷേ, വേറെ വല്ല സിനിമയുടെ കാര്യം ശരിയായോ? ഞാൻ ഓർത്തു ഇവിടെ തന്നെ കാണുമെന്ന്. ഞാൻ വീട്ടിൽ പോയിരുന്നു. സാവിത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആകെ ഒരു മനപ്രയാസമായി അല്ലേ? തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനു മീതെ തോണി. അതല്ല സിസ്റ്റർ. ഏതല്ലെന്ന് തന്നോട് ഞാൻ പണ്ടേ പറയാറില്ലേ? സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകമാ. അതൊരു ഭാഗ്യക്കുറിയാ. ഭാഗ്യം കൊണ്ട് മാത്രം ഒരാൾ നടനാവോ? നക്ഷത്രങ്ങളെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാവുന്ന ഒരാളുടെ കഥയുണ്ട്. മാനം നോക്കി നടന്ന് ഒടുവിൽ അയാൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണാ മരിച്ചത്. മുന്നോട്ട് പോണമെങ്കിൽ മണ്ണിൽ നോക്കി തന്നെ നടക്കണം. ഈ സിനിമയുടെ പേരിൽ സാവിത്രിയോടും കുഞ്ഞിനോടുമുള്ള ഉത്തരവാദിത്വം ഒരിക്കലും നീ മറക്കരുത്. സിസ്റ്ററെ, 100-ൽ 95 പേർക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ട്. 90 പേരോ തുറന്നു പറയുന്നല്ലേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയ സിസ്റ്റർ അഭിനയിക്കത്തില്ലേ? അയ്യോ, അതിനൊന്നും ഞങ്ങളുടെ സഭ സമ്മതിക്കില്ല. അപ്പൊ സമ്മതിച്ചാൽ അഭിനയിക്കും. നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല. എന്താടോ പ്രശ്നം? നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്ന്. അല്ലെങ്കിലേ സിനിമക്കാരെ പുറകെ നടക്കുന്നെന്നും പറഞ്ഞ് ഒരുപാട് കളിയാക്കൽ കേൾക്കുന്ന മോനേട്ടൻ. അതിന്റെ ഇടയിൽ അവന്റെ ഒരു നീമൊട്ട് മോശമല്ലോ കളിയാക്കാൻ. ആഹാ, അതാണോ കാര്യം? അല്ല രമേശ, നമ്മുടെ മാഷ് പണ്ടൊരു സിനിമ അഭിനയിക്കാൻ പോയില്ലായിരുന്നു. അന്നേ നമ്മുടെ ആ ജയകാന്തനും കൂട്ടനും ചേർന്നെടുത്ത സിനിമയായിരുന്നു അത്. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ആ പ്രൊഡ്യൂസർ ഏതോ പെണ്ണുകേസ് അകത്തായത്. അങ്ങനെ ആ പടവും മുടങ്ങി. നല്ല ബെസ്റ്റ് രാശി. ദിവാകരോ, നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ ആദ്യ പടങ്ങള് വെളിച്ചം കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. എപ്പോഴോ നടനാകുമെന്ന് വെച്ച് ഇപ്പോഴേ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഫിറ്റ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കല്ലേ? നമ്മുടെ ആളുകൾക്ക് വല്ലതും പറ്റുന്ന പണിയാണോ ഇത്? സിനിമ വെറുതെ കാണാമെന്നല്ലാതെ. സിനിമ നടൻ ഇനി എന്താ മോനേട്ടന്റെ മനസ്സിലെ പ്ലാൻ? ഇനിയാണെങ്കിലും വേഷം തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അസോസിയേറ്റ് ഡയറക്ടർ ജയകാന്തൻ പുല്ലേപ്പള്ളിയല്ലേ? അവർക്കെങ്ങാനും പുതിയ പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കൊന്നുകൂടെ അന്വേഷിച്ചാലോ? ആ ജയകാന്തനെ ഒന്ന് വിളിക്കണം. സിനിമയുടെ പേരും പറഞ്ഞ് പലരുടെയും പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. രണ്ടിലും തീരുമാനിക്കണം. ഒന്നുകിൽ സിനിമ, അല്ലെങ്കിൽ ജീവിതം.
എന്താ? ജയകാന്തൻ മുല്ലപ്പള്ളിയെ കാണണം. എവിടുന്നാ? നാട്ടിന്നാ. വാ. പുല്ലപ്പള്ളി നിന്നല്ലേ ഷാറ് വന്നിട്ടുണ്ട്. എനിക്ക് സ്റ്റോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലി ഷോർട്സ്. ഷോർട്സ് ബൈ പുല്ലപ്പള്ളി. ആ ഇവിടെ വരുമ്പോ പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാൻ നമീൻ സാറിനെ കാണാൻ വന്നതാ. ജയകാന്തൻ വരാൻ പറഞ്ഞിരുന്നു. മനസ്സിലായി. പുല്ലേപ്പള്ളി പറഞ്ഞിരുന്നു. ആരളിയാ? മറ്റേ ജയകാന്തൻ പറഞ്ഞ നടൻ മാഷിരി. എന്താ മാഷിന്റെ പേര്? മോഹൻ. മോഹൻ. ഫസ്റ്റ് പടം തന്നെ മുടങ്ങിയല്ലേ. ജയകാന്തനും മാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടീംസും ആ കേസ് കഴിഞ്ഞ പിന്നെ വെളിച്ചെന്ന് വന്നിട്ടില്ല. അപ്പൊ മാഷ് വീണ്ടും അഭിനയിച്ചേ അടങ്ങൂന്നുള്ള വാശിയില്ല അല്ലേ? മാഷ് വേറെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? നാട്ടിലെ നാടകങ്ങളിലൊക്കെ. ഓ ക്ലബ് നാടകം യുഗാന്തരങ്ങളായി. അപ്പൊ അതാണ് ലൈൻ. വേറെ സിനിമ ഒന്നും കിട്ടിയില്ല അഭിനയിക്കാൻ? 1-2 വേഷങ്ങൾ കിട്ടിയിരുന്നു. തീരെ ചെറുതായി പോയതുകൊണ്ട്. അപ്പൊ കാര്യായിട്ടേ എന്തെങ്കിലും മാഷ് ചെയ്യൂ. ഞാൻ വീടളിയാ മാഷേ, നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. മാഷ് ഫെർണാണ്ടോ മെർലിസിന്റെ സിറ്റി ഓഫ് ഗോഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹിസ്റ്ററി ഓഫ് വയലൻസോ? ഇല്ല. വെട്ടിമുറോ സാബ്ലോവിച്ച് അഭിനയിച്ച ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും കാണാതെയാണോ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്? പഠിപ്പീരും ഈ കുടുംബ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞിട്ട് മാഷിന് എവിടെയാ സിനിമ കാണാൻ സമയം കിട്ടാ അല്ലേ മാഷേ? തിയേറ്ററിൽ വരുന്ന സിനിമ കാണും, പിന്നെ CD എടുത്ത് കാണും. പത്മരാജന്റെ സിനിമകളൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും ഭരതനും പത്മരാജനൊക്കെ കണ്ടോണ്ടിരുന്നാ മതിയോ? നല്ല കൊറിയ പടങ്ങളും ലാറ്റിൻ അമേരിക്കൻ പടങ്ങളൊക്കെ കാണണ്ടേ? കിൻകി ഡുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെ മാഷേ, ഞങ്ങളൊരു വയലന്റ് മൂഡിലുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത്. സാറേ, എന്തെങ്കിലും ഒരു വേഷം അഭിനയിപ്പിച്ച് നോക്കിയിട്ട് ശരിയാവുമെങ്കിൽ മാത്രം മതി. ശരിയാകും സാർ. റോളൊക്കെ ഉണ്ട്. ഒരു പുതുമുഖത്തെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ മാഷിന്റെ ഈ സാധാ ലുക്കാ പ്രശ്നം. പുല്ലേപ്പള്ളി പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇങ്ങനൊരു അപ്പിയറൻസ് ഒക്കെ ആയിട്ട് പാടാ. അപ്പിയറൻസ് ഒക്കെ എങ്ങനെ വേണേലും ഞാൻ മാറ്റാം സാർ. അതല്ല പ്രശ്നം, മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പാ. ഇങ്ങനെ ഒരു പാവത്താ ലുക്കുള്ള കഥാപാത്രങ്ങളല്ല നമ്മുടെ സിനിമയിലുള്ളത്. കഥാപാത്രമാകാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. മാഷ് എന്ത് ചെയ്യുന്നു ഈ പറയണത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോ നടന്മാരുണ്ടല്ല കഥാപാത്രങ്ങളാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടായിട്ടാണല്ലോ മാഷിന്റെ അബ്ബളായി പോവും. അബ്ബ് ഗ്രോട്ടോസ്കി എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? റഷ്യക്കാരനായിരുന്നു പുള്ളിക്കാരനെ. ആഴ്ചകളോളം നടന്മാരെ പട്ടിണിക്കിടുമായിരുന്നു. പട്ടിണിക്ക്. അങ്ങേര് പിന്നെ നാടകക്കാരനാണെന്ന് വെക്കാം. സിനിമാക്കാർക്ക് എന്താ കഷ്ടപ്പാടില്ലെന്നാണോ? നമ്മുടെ ഹെർസോഗ് അഗ്യൂർ എന്ന പടത്തിൽ അഭിനയിപ്പിക്കാൻ ക്ലോസ്കിൻസ്കി എന്ന നടനെ 1 വർഷത്തോളം കൊടും കാട്ടിൽ ആദിവാസികളോട് താമസിപ്പിക്കാൻ വിട്ടത്. അത് എന്തിന്? ഇതാ ചെക്കന കണ്ടില്ലേ, വിവേകൊബ്രോ. രാംഗോപാൽ വർമ്മ സാറിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോ മുട്ട പൊഴുങ്ങി പോലത്തെ മുഖായിരുന്നു അവൻ്റെത്. ഒരു വരി വെളുത്ത് തുടുത്ത ആപ്പിളിപ്പരി. വർമ്മ സാർ പറഞ്ഞു ഇത് പറ്റില്ല, ഇതൊരു ഗുണ്ടാപ്പടാണെന്ന്. എന്നിട്ടോ ചെക്കൻ ആരോടും മിണ്ടാതെ അന്തേരിയിലെ ഒരു ഗുണ്ട കോളനിയിൽ പോയിട്ട് അങ്ങോട്ട് താമസിച്ചു. ഗുണ്ടകളുടെ ഇരിപ്പും കട്ടപ്പും നട്ടപ്പൊക്കെ അങ്ങോട്ട് പഠിച്ച് വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു തന്നു. ഓഫീസിന് വാതിൽ ചവിട്ടി തുറന്ന് മേശപ്പുറത്ത് ചാടിക്കയറി വർമ്മ സാറിന്റെ നെറുകം തലയിലേക്ക് തോക്കും ചൂട്ടിട്ട് 4-5 ഡയലോഗ പട്ടപടയെന്ന് വർമ്മ സാർ കോരി തരിച്ചു പോയിട്ട് പറഞ്ഞു, നീ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ. അതായിരുന്നു ലെവന്റെ പെർഫോമൻസ്. മാഷിന്റെ പരുവത്തിന് പറ്റിയ റോൾ ഈ പടത്തിലില്ല മാഷ്. എന്നാ ഞാൻ ഇനി ഒരിക്കൽ വരാം. വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. മോഹനേട്ടാ, കുറച്ചു ദിവസം നിൽക്കാനുള്ളതല്ലേ, ഈ അച്ചാറും കൂടി വെച്ചോ. അച്ചാറും കിച്ചാറും ഒന്നും വേണ്ടേ, അതൊന്നും അവിടെ ശരിയാകില്ല.
എന്താ അവിടെ ശരിക്കും പരിപാടി? റിഹേഴ്സൽ. റിഹേഴ്സലോ? ആ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ആ ജയകാന്തന്റെ കൂടെ ഒരു മാസമെങ്കിലും നിൽക്കണം. അവിടെ പുതിയ സിനിമയുടെ റിഹേഴ്സലാ. നല്ല റിഹേഴ്സൽ ഉണ്ടെങ്കിലേ നല്ല നടനാവും. മോനേട്ടാ ഇറങ്ങാ. ആ ആ ഇറങ്ങട്ടെ ചേച്ചി. ശരി കുഞ്ഞ്, ഞാൻ ഇവരുടെ കൂടെ നിന്നോളാം. ഇതൊന്ന് നോക്കിയേ. ആഹാ, കൊള്ളാമല്ലോ. അച്ഛാ, അച്ഛൻ ശരിക്കും പറക്കാൻ പോവാ? ശരിക്കും? ഇത്തവണ അച്ഛൻ ശരിക്കും പറക്കാൻ പോവാ. ഹലോ. ഹലോ മോഹനേട്ടാ. ഹലോ ഹലോ മോഹനേട്ടാ. ഹലോ. ആളാരാണ്? മോഹൻ. സ്ഥലം? കുറച്ച് ദൂരെ. ദൂരം കൂടുമ്പോ റേറ്റും കൂടും. എന്ത് സൈസ് പണിയാണ്? സ്കൂൾ മാഷാണ്. ആരായാലും നുമ്പക്കത് വിഷയമല്ല. എണ്ണി മേടിക്കണ കാശിന് നുമ്പ പണി. കയ്യാ കാല. കയ്യാണെ പണി ഈസിയാ, കാലാണെങ്കിൽ റേറ്റ് കൂടും. അല്ല, അത് ഞാൻ ഫിനിഷ് ചെയ്യാനാണ്. എന്ത് കപൂർ സൈസ് കൊട്ടേഷനും നുമ്പ അറ്റൻഡ് ചെയ്യും. ഞാൻ സ്കീമാണല്ലേ? പോലീസാണാ? അല്ല, എനിക്കൊരു ചാൻസ്. ചാൻസ് വയ്ക്കാൻ എന്താണിത്? സിനിമ അല്ല, പുസ്തല്ലേ? കളി നുമ്പക്കട കോട്ടില് വേണ്ട. ഞാൻ കളിയായിട്ട് ചോദിച്ചതല്ല. എണീക്കടാ. ഞാൻ നിങ്ങളുടെ കൂടെ ചേരാൻ വന്നതാ. അമ്മയാണ് സത്യം. ഇങ്ങോട്ട് നോക്കിയേ. ആലമ്പ് സിനിമ പേര് പറഞ്ഞ് കളിക്കണ. അല്ല, ഞാൻ ശരിക്കും ഇവിടെ പടിയായിക്കടാ. വൈക്കണ്ടപ്പാ. ഹലോ. ഹലോ മോഹനേട്ടാ. ഹലോ. ഹലോ ഹലോ മോഹനേട്ടാ. ഒന്നുമില്ല. എന്താ മോഹനേട്ടാ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല. ഇവിടെ തിരക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെച്ചോ. എന്തോ കേട്ടില്ല.
ഇറങ്ങി പോടാ. ഇനി ഒന്നടാരെങ്കിലും ഉമ്മാക്ക് പറക്കാത്ത ഏതെങ്കിലും പന്നിയുടെ മോന്മാര് ജയിലിൽ കിടന്ന് വണ്ടിപ്പെട്ട സാജി പണ്ടാരൊടുക്കി പോയെന്ന് വിചാരിച്ചോടാ. ഞാൻ തിരിച്ചു വന്നടാ. എല്ലാ നാറുകളും കേൾക്കാനാ പറയണത്. ഇപ്പൊ ഇവിടുന്ന് പോയ കുറെ പൊളിരന്മാരുണ്ടല്ല, അവന്മാരുടെ എങ്ങനെ നിഴൽവട്ടം ഇനി ഇവിടെ കണ്ട ഓക്കത്തിന്റെ കൊടരുത ദിങ്ങനെ വലിച്ചെടുത്ത് പോട്ടിക്കലുണ്ടാക്കും ഈ ഷാജി. ഈ ഡെൻവറാശാലിന്റെ ടൈം കഴിഞ്ഞു പോയത് കരുതിയേക്കണ സകല ഡാഷുകളും കേൾക്കാനാ പറയണത്. കണ്ണൂർ, വെയ്യൂർ, തിരുവനന്തപുരം, കേരളത്തിലെ 3 സെൻട്രൽ ജയിലും ഡെൻവറാശാലിന് തറവാട് പോലെയാണ്. നമ്മുടെ ഏരിയക്കാര് വർക്ക് പിടിച്ച പാമ്പൂർ സലാമല്ല പുലിയൂർ സലാമാണെങ്കിലും 8ന്റെ പണി കൊടുക്കും നമ്മുടെ പുള്ളങ്ങള്. ഷാജി എന്ന അന്തരീ പോയപ്പോ നീയൊക്കെ ഇവിടെ മെനച്ചു കുത്തി നടക്കായിരുന്നടാ മൈ ഡിയറുകളെ. വേണ്ടാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേ കയറി തിണ്ണമെഴുകി നിരങ്ങി. നിനക്കൊന്നും അറിയേല ഈ വടിവാൾ പ്രാചീനെ. ഞാൻ കരിച്ച വാളെടുക്കും, അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാടോ ബ്ലഡി പോർക്കുകളെ. ഒട്ടനി തന്റെ ലോകം മതി. ഷാജി ഇല്ലാത്തോണ്ട് കുറച്ചു നാളത്തേക്ക് ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ ഡെൻവറാശൻ ബ്രാഞ്ചിങ് കളത്തിൽ സ്ട്രോങ് ആകും. ആരാ ഇവരൊക്കെ? ആരാന്നാ പെറ്റ് വീണപ്പോ തന്നെ കൈ കൊച്ചു വിച്ചാത്തിയായിട്ട് എണിച്ച കേടികളാടും. തന്നെ കണ്ടിട്ട് തരക്കേടില്ലാത്ത ആളാന്ന് തോന്നണ്ടല്ല. ഇതൊരു കബൂർ സ്ഥലമാണ് മച്ചാനെ. കളങ്കലിയൊക്കെ. ഹലോ മോഹനേട്ടാ, നേരത്തെ എന്താ പറ്റിയേ? ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അത് ഇവിടെ തിരക്കായിരുന്നു. റോളിന്റെ കാര്യം എന്തേലും ആയോ? ഞാനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഒന്നും പറയാറായില്ലേ? ഉടനെ തീരുമാനമാകും. പിന്നെ നീ ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഉണ്ണിയുടെ പനി ഒട്ടും കുറഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയും. നീ അവനെ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അതല്ല ഞാൻ പറയാൻ വന്നത്. നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ സാവിത്രി. ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് വേറൊരു ലോകമാ മോഹനേട്ടാ. അത് ഇത് നമ്മുടെ ലോകമല്ല, സിനിമ. നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലുമില്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. Let's go. Come on, man.
ആശാനെ ഷാജിയണ്ണാ. ആശാനെ ഷാജിയണ്ണാ. ഐ, ഷാജിയണ്ണാ. എന്താടാ പന്നി കള്ളൊഴിക്കുമ്പോ കോൺസെൻട്രേഷൻ കളയുന്ന 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആക്രാന്തിച്ച് പോകുക ആശാനെ. ആരാണ് എന്റെ കൂടെ വന്നേക്കണെന്ന് അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാധാർ ടീമാണ്. ആധാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെട്ടുനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലമുറകൾ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാന്റെ കറ്റബൊമ്മൻ. ഈ ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ട ഇടിവെറ്റ്. ബോംബെ watching the show. Keeping in my building, when I take it, the gadi. Right to left to right, it's gonna be alright. Pani mati muti kuli ude tori. It's gonna be the best track. Keeping in my building, when I take it, the gadi. Gonna be the best actor. Money you mati muti, puli ude tori. It's gonna be the best actor. ഈ ബായി ഉണ്ടല്ല നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്. ചേരാനും ചേടപ്പേ, ഇത് സ്കൂളാ. എന്റെ സായി എന്ന ഈ ബായി അല്ല, ഈ ബായി ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ബായി സായി എണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി 2, എന്നിട്ട് ഒരു മുറിയിൽ പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ബായി ഒരു മിനിറ്റ്. ആശാൻ ഇങ്ങനെ വന്നേ. സായണ എനിക്ക്, സായണ എനിക്ക് നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ. സായണ്ണ കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ നന്നാക്കി സെക്രട്ടറി കളിക്കുന്നത്? എന്തോ ക്യാസിൽപ്പെട്ടവർന്ന് ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ആള് ഗുലാംബരിച്ചാണെന്ന്. നമുക്ക് ഈ ചീട്ടിറക്കൊരു കളി കളിച്ചാലാ? കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജി ഒറ്റക്ക് മതിയാടാ. ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. എന്റെ പൊന്നി സായി എന്ന അണ്ണൻ അന്തരി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പാ. പണികറിയാവുന്ന നല്ല പിള്ളേര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ? ഒരു കുഴപ്പമില്ല. 3:30 നടന്നാ പിന്നെ ഡോൾബി ചുമയും DTS കുറയല്ലേ? ചത്തുപോയതിന് ആ ഇത് ടിവിയുടെ അസുഖണ്ടാ. TV അല്ലടാ, TV. ആയി നല്ല മഞ്ഞക്കളർ കളർ TV ആണല്ലോ. TV മാത്രല്ല ആന്റിനെ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ 8 കളി നമുക്ക് കിട്ടും. ഈ പ്രാഞ്ചിക്ക് പ്രാന്താണ് ആശാനെ. പക്ഷെ മോനെ ഷാജി, ഒന്ന് ആലോചിക്കണയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ല, വെറുതെ വാലുമുറിയാൻ. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ല് ചെല്ല്. ഡെൻവർ ആശാൻ. ബോംബെയില് ആരുടെ കൂടെ ആയിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഒരു പണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തതല്ലേ, ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുമല്ലോ. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നുമില്ല. ഡെൻവർ ആശാനെന്ന് കേട്ടാ ഏത് ഏരിയയിലെയും പണിക്കാരൊന്ന് വിറയ്ക്കും.
കണ്ണൂർ, വെയ്യൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ്. ഷാജിയേ മോനെ, ഇത് നമുക്ക് നഷ്ടമുണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നുന്നത്. പിന്നെ കോപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. അന്നം വന്നിട്ട് ആഴ്ച 3 ആയി. ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോകുന്നതാണ് ഇപ്പൊ. ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തികയണില്ല. ഇത് ലാസ്റ്റിലെ മക്കളുടെ വായിൽ മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ച ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് മുഴുക്കണം നമുക്കെന്ന പ്ലാനാണ്. ആ പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ ചായണ്ണ ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങാട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം. അവസാനം ബോംബെയിലെ ജാഥയാണ് മറ്റോടത്തെ മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജിനെ തനി കുണം അറിയാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു. കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പ കാണുന്നവരെ അച്ചാന്ന് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്. അത് ശരി, എല്ലാവരും കൂടെ സിംഗിൾ ഡാൻസ് കളിക്കണോ സാറ്? ഞാനാ? നീയാണാ ഷായി? പിടിച്ചാടാ മോനെ. മോനെ ചോദിക്കട്ടെ മോനെ. ബിനോജ്, നിന്നെ ബോട്ടണി പഠിക്കാനല്ലേ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പറഞ്ഞേക്കണത്? പിന്നെ എന്തിനാടാ മോനെ നീ ആ കുഞ്ഞച്ചൻ സാറിന്റെ മോളുടെ സൂളജ് നോക്കാൻ പോണത്? മോനാ പഠിത്തം തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. അയ്യാ ഭീഷണിയാ. ചീനയുടെ തന്തപ്പിടി പറഞ്ഞു വിട്ടതാ. ഞങ്ങളങ്ങ് പേടിച്ചു പോയി കേട്ടോ. നമ്പർ 1 പൊക്കോട്ടെ. ഷാജി എന്നും കൈ നീട്ടി ഒന്ന് തന്നാലുണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ആരാടോ ഷാജി? സ്ഥലം SI യോ? അല്ലളിയാ, ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ളൊരു ഷാജി ഇല്ലേ? ഏത് പോർക്കട പന്നിനെയൊക്കെ പഠിപ്പിക്കണത്? ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞു വിടറാ. ഗുണ്ടയിടന്ന് പറഞ്ഞു വിടറാ. കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. നീ വലിയ മിമിക്രിക്കാരനാണല്ലേടാ. ജയനെ കളിയാക്കുവാടാ, കളിയാക്കുവാ. ഇനി നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ? മുമ്പിൽ നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതെ ചാണക്ക്. നിങ്ങൾ കൂട്ടുകാരികളെ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഏത് പന്നിയ കോളേജിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കസേരയിട്ടേക്കണം. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ല. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതെ നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് കൊട്ടേഷൻ പിടിച്ചാൽ മതി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ല. ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഇപ്പൊ അന്നീടെ നട്ടലിന്റെ ടവർ ബോൾട്ട് അടിക്കുന്നതിനൊന്നും. ചക്ക് ദേ ഇന്ത്യ. ബോംബെ വാ. അടുക്കരുത്, അടുക്കരുത്, അടുക്കരുത് ഷായി, ഷായി. ജീവനി
കൊതിയുള്ളവന്മാര് വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. ഇതിങ്ങനെയാണ്. എന്നെ കൊലപാതകയാക്കരുത് പറഞ്ഞേക്കാം. എന്റെ പൊന്നു വെങ്ങാമാരെ ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോട്ടെ. കിതക്കുന്നത് ഓടുവാണോ? എടി ഞാനിവിടെ എക്സസൈസ് ചെയ്യുവാടി. ചെയ്യാത്ത പണിയൊക്കെ ചെയ്ത് ഇത് റിഹേഴ്സൽ അല്ലേ? നീ ഫോൺ വെച്ചോ. എപ്പ വിളിച്ചാലും ഈ ഒച്ചയും ബഹളവും. അത്യാവശ്യ കാര്യങ്ങൾ പറയാനല്ലേ വിളിക്കുന്നത്? പിന്നെ അടുത്ത ആഴ്ച ടൂറിന് പോകുന്നത്. ഓ നാശം.